ഇനി കമ്മൽ ഹുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോൾഡ് കളറിന് ഗോൾഡ് മാത്രമാണ് ഉപയോഗിക്കുക. ജങ്ക് റിങ്സ് ആയാലും ചെയിൻ ആയാലും നമ്മൾ അതിൽ ഗോൾഡ് കളറിന് ഗോൾഡ് മാത്രമാണ് ഉപയോഗിക്കാറുണ്ടായത്. പക്ഷെ ഇപ്പം അങ്ങനത്തെ വിഷയം വരുന്നില്ല. നമ്മൾ ഏകദേശം ഒരു വൈറ്റ് ഗോൾഡ് മോഡലിൽ ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു മോഡലായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പം ചെയിൻ ഉപയോഗിക്കുന്നിടത്താണെങ്കിൽ ഇപ്പം ഐ പിന്നും ഹെഡ് പിന്നും ഒക്കെ വൈറ്റ് ഉപയോഗിക്കുക, അങ്ങനെ ഒരു മോഡലായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ പകരം വേണമെങ്കിൽ പേളോ അല്ലെങ്കിൽ കുഞ്ഞി ഫ്ലവർ വരാറുണ്ട്, അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ചെയിൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയിനിലോട്ടേക്ക് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ ഒരു ലോക്കറ്റ് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാലയും റെഡിയാവും. ഇതിപ്പം ചെയിന് നിങ്ങൾക്ക് ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഏത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുക്കുമ്പോൾ കമ്മൽ ഹുക്ക് ഇട്ടിട്ടല്ലേ എടുത്തത്. പക്ഷേ ഇത് കമ്മൽ ഹുക്ക് ഇടാതെ ആ ജങ്ക് റിങ്സ് ഇട്ടിട്ട് ജങ്ക് റിങ്സിലോട്ടേക്ക് കമ്മൽ ഹുക്ക് ഇടുന്നതിൻ്റെ പകരം ചെയിനിൻ്റെ സെൻറ്റർ ഭാഗം ആദ്യം കാണാം, എന്നിട്ട് ആ സെൻറ്റർ ഭാഗം ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് ചെയിൻ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് വൈറ്റ് പേള് കോർത്തെടുത്താൽ തന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. വൈറ്റ് പേള് നമ്മളിപ്പം ഗോൾഡ് കളർ ചെയിനിനെക്കാട്ടി വൈറ്റ് പേള് കോർത്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ലോക്കറ്റ് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഈ ചെയിനിലോട്ടേക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുന്നു. സെൻറ്റർ ഭാഗത്തോട്ടേക്ക് ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കുന്നു. എൻഡ് ഭാഗത്ത് നമ്മൾ വേണമെങ്കിൽ ചെറിയ ഹോളാണെങ്കിൽ നമുക്ക് ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ എസ്കൊളുത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പം മാലയും റെഡിയായി കിട്ടും. സിമ്പിളാണ്. പിന്നെ വൈറ്റ് പേള് കോർക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമ്മുടെ ബാക്കിയുള്ള 2 ക്ലാസ്സും കൂടെ കഴിയുമ്പോഴത്തേനും നിങ്ങൾ അതും പഠിക്കും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ചിലവർക്ക് പേള് കോർക്കാൻ അറിയും, കോർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ അതിൻ്റെ എൻഡ് ഭാഗത്തിൽ എങ്ങനെയാണ് കൊളുത്ത് കൊടുക്കേണ്ടതെന്നുള്ളത് ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിൽ ജങ്ക് റിങ്സ് ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഇത് വലിയ ഹോളുള്ള ചെയിനാണ്. അപ്പോൾ ഇതിലോട്ടേക്ക് ഇതുപോലെ എസ്കൊളുത്ത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മാലയും കമ്മലും ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ബോയ് ആണ് ആക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സാറ്റിൻ ബോയ് ആണ് ഉപയോഗിക്കുന്നത്. സാറ്റിൻ ബോ നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, ഓറഞ്ച് എല്ലാം ഉപയോഗിക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഈ ലോക്കറ്റ് വെച്ചിട്ട് എങ്ങനെ ഈ ചെയിനിൽ കൊടുക്കാൻ നോക്കാം. ലോക്കറ്റ് സിമ്പിളാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ കൊടുത്തത്, ഇപ്പോൾ ചെറിയ ചെയിനാണെങ്കിൽ ഇതിലോട്ടേക്ക് ലോക്കറ്റ് കോർത്തെടുത്താൽ മതി. വലിയ ചെയിനാണെങ്കിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇതേപോലെ ഈ ലോക്കറ്റ് തന്നെ നമുക്ക് വേണമെങ്കിൽ കമ്മലാക്കിയിട്ടും എടുക്കാൻ പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം അയച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഹോളിലോട്ടേക്ക് കമ്മൽ ഹുക്ക് ഇട്ട് കൊടുത്താൽ അത് കമ്മലായിട്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഭാഗത്ത് ഇതേപോലെ ജങ്ക് റിങ്സ് ഇട്ടിട്ട് പാദസരം കൊളുത്തിട്ട് കൊടുത്താൽ പാദസരവും ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മോഡൽ ചെയിൻ പഠിച്ചു. 2 മോഡലല്ല, നിങ്ങൾ അതിലോട്ടേക്ക് ഏത് ലോക്കറ്റാണോ കൊടുക്കുന്നത് അതനുസരിച്ച് ആ ചെയിൻ വ്യത്യാസം വരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ എത്ര മോഡൽ വേണമെങ്കിൽ ഒരു മോഡൽ പഠിക്കുന്നതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ ഇത് അയച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ അത് കമ്മലായി. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കതിന് കൈ ചെയിൻ ആക്കിയിട്ട് ചെയിൻ ഹുക്ക് ഇട്ട് കൊടുത്താൽ അത് കൈ ചെയിനായിട്ട് മാറി. കൈൻ്റെ അളവിൽ നോക്കിയിട്ട് ഇതിപ്പോൾ ഇതേപോലെ കമ്മലും ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അതിൽ കമ്മൽ ഹുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കമ്മലും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. ഇതുപോലെ നമുക്കിനിയിപ്പം ലോക്കറ്റ് വേറെ ആക്കി എടുക്കുന്നതെങ്കിൽ അങ്ങനെയും ആക്കിയെടുത്തിട്ട് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് ഹെയർ ബോ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. ഹെയർ ബോ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെയാണ്, അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഒറ്റൊരു ലെയറായിട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ ഒറ്റ ലെയറായിട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിനെ ഒരു പീസ് വലുതും ഒരു പീസ് അതിനേക്കാട്ടി കുറച്ച് ചെറുതുമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ മുകളിലോട്ടേക്ക്
ചെറിയ പീസ് വെച്ചിട്ട് അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ രണ്ട് ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കിപ്പം ഇങ്ങനെ മുകളിൽ വെക്കുന്നതിന് പകരം